ഗൈസ്, അങ്ങനെ ഇപ്പം നമ്മൾ വാഗാ ബോർഡറിലോട്ട് പോവാണ്. സോ വാഗാ ബോർഡറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ തന്നെ ഒരുപാട് ആൾക്കാർ നമുക്കിങ്ങനെ പാക്കേജായിട്ട് തരുന്നുണ്ടായിരുന്നു. കുറേ മ്യൂസിയം, ഫോർട്ട്, യൂണിവേഴ്സിറ്റി ഇവിടെയൊക്കെ കാണിച്ചിട്ട് വാഗാ ബോർഡറിലോട്ട് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു. സോ എല്ലാം കൂടെ അവരൊരു 1400 2 പേർക്കും കൂടെ പോകാനും വരാനും കൂടെ അവരൊരു പാക്കേജ് തന്നു, ഇൻക്ലൂഡിങ് എല്ലാം കാണാനും പിന്നെ അവിടെ പോകാനും പാർക്ക്, ടോള് എല്ലാം ഒരുമിച്ച്. സോ നമ്മളിപ്പോൾ വാഗാ ബോർഡറിലോട്ട് പോവാണ്. പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ബോർഡറിലെത്തി. ഇവിടെ റെസ്റ്റോറൻറ്റ്സും ഇതുപോലെ ചാട്ട് ഷോപ്സും ഒക്കെ ഉണ്ട്, നമുക്ക് കഴിക്കാൻ കുടിക്കാൻ. പക്ഷെ ഭയങ്കര ചൂടാണ്, വേർക്കാണ് ഞാൻ. 4:30 അവർ ഗേറ്റ് ഓപ്പൺ ആക്കും, ആൾക്കാർക്ക് കയറിയിരിക്കാം. ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് ആണ്. ആരാണോ ആദ്യം കയറുന്നത് അവർക്ക് സീറ്റ് കിട്ടും. അല്ലാത്തവർ ചിലവർ നിൽക്കേണ്ടി വരും, ചിലവർ മേലോട്ട് ഇരിക്കേണ്ടി വരും. നമ്മളിപ്പം 3:30 കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. സോ ഹോപ്പ് സോ കിട്ടുമെന്ന്. ഇവിടെ ഇന്ത്യൻ ഫ്ലാഗൊക്കെ വരയ്ക്കും, ക്യാപ്സ് കിട്ടും, അതുപോലെ ആർമിയുടെ ടീഷർട്ട് കിട്ടും, ഇന്ത്യൻ ടീഷർട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. നല്ല രസമാണ്. പക്ഷേ ചൂട് മാത്രമുള്ള ഒരു പ്രശ്നം. ഈ പരേഡ് എല്ലാ ദിവസവും ഉണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റും ആണ്. സോ നമ്മൾ കയറിയപ്പോൾ തന്നെ ഭയങ്കര റഷ്, എല്ലാവരും ഇടിച്ച് അങ്ങോട്ട് ഓടിപ്പോവായിരുന്നു ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ മാക്സിമം എല്ലാം കണ്ട് ലൈക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് കയറിയത്. ഈ സ്ഥലം ആക്ച്വലി ഒരു സ്റ്റേഡിയം പോലെയായിരുന്നു, അത്രയും വലുതായിരുന്നു. കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ റഷ് ആവാൻ തുടങ്ങി. ലൈക്ക് ഫുൾ ആ സ്ഥലം മൊത്തം ആൾക്കാർ കൊണ്ട് നിറയായിരുന്നു. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർ ഫ്ലാഗ് വേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേഡീസിനെ ഇറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇറങ്ങി. എന്നിട്ട് ഓരോ ആൾക്കാർക്ക് അവർ ഫ്ലാഗ് വേവ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു, ലൈക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും അവർ പറഞ്ഞില്ല, ജസ്റ്റ് ലൈനിൽ നിൽക്കാനേ അവർ പറഞ്ഞുള്ളൂ. അങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടപ്പോൾ മനസ്സിലായി, ഓക്കെ ഇത് ഫ്ലാഗ് വേവ് ചെയ്യാനാണ്. അങ്ങനെ ഞാനും ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. ഇവിടെ ഒരു ഫെസ്റ്റിവൽ പോലെയായിരുന്നു. എല്ലാവരും ലൈക്ക് ഭയങ്കര ഓളായിരുന്നു. ഇവിടെ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ഫ്ലാഗ്സ് വേവ് ചെയ്യുക. നമ്മൾ ഓട്ടോമാറ്റിക്കലി പാട്രിയോട്ടിക് ആയിപ്പോവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത്രയ്ക്കും രസമാണ്. പിന്നെ ലേഡീസിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ആണുങ്ങൾ അവർ കയറ്റത്തേ ഇല്ല, അകത്ത് ഈ ഒരു ഏരിയയിൽ കയറ്റത്തേ ഇല്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് അവിടെ വരാം, ഡാൻസ് കളിക്കാം, ഫ്ലാഗ് വേവ് ചെയ്യാം. അത്രയ്ക്കും രസം ഇവിടെ. ഇപ്പം നിങ്ങൾ കാണുന്ന എല്ലാവരും ഡാൻസ് കളിക്കുന്ന സൈഡിലായിരുന്നു നമ്മൾ നിന്നത്. ആ സൈഡിൽ ഭയങ്കര റഷ് ആവാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലോട്ട് വന്നു. ഇത് ബുക്ക്ഡ് സീറ്റ്സ് ആണ്. ഈ സീറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ലേറ്റർ ഓൺ പറയാം നിങ്ങളുടെ അടുത്ത്. ഇത് ആക്ച്വലി VIP പോലത്തെ സീറ്റ്സ് ആണ്. നമുക്ക് വളരെ അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും പാകിസ്ഥാൻ ബോർഡറും ഇന്ത്യ ബോർഡറും. जेल पत्रों से सावधान रहे। भारतीय सीमा सुरक्षा बल BSF जॉइंट चेकपोस्ट ഈ BSF ഓഫീസർ നല്ല രസമായിരുന്നു. നമ്മളെല്ലാവരും ചീറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ക്ലോസിങ് സെറമണിയൊക്കെ കണ്ടിട്ട് ഇറങ്ങി. എനിക്കൊന്നും പറയാനില്ല, ലൈക്ക് ദ ബെസ്റ്റ് ഫീലിംഗ് ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പം കിട്ടിയിരുന്നത്. ഫുൾ ആൾക്കാരും ക്രൗഡും ആ ഒരു ബഹളവും അടിപൊളിയായിരുന്നു. ഓൺ ദ വേ ബാക്ക് നമ്മൾ ഒരുപാട് സ്ഥലം അവർ നമ്മളെ കൊണ്ടുപോയി, പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി കാണിച്ചു, കുറച്ച് മ്യൂസിയംസ്, ഫോർട്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നമ്മളെ തിരിച്ച് ഹോട്ടലിലോട്ട് ഡ്രോപ്പ് ചെയ്തത് അവർ. ആക്ച്വലി ഞാൻ കുറേ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യമാണ്, ഈ വാഗ ബോർഡർ എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാനിലുള്ള ഒരു വില്ലേജാണ്. അട്ടാരി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള വില്ലേജ്. അപ്പോൾ ഇന്ത്യക്കാർ സത്യം പറഞ്ഞാൽ അട്ടാരി ബോർഡർ എന്നാണ് പറയണത്. കാരണം അട്ടാരി ലാസ്റ്റ് വില്ലേജാണ് ഇന്ത്യയിലെ, വാഗ ഫസ്റ്റ് വില്ലേജാണ് പാകിസ്ഥാനിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇരുന്ന സീറ്റ് നമ്മൾ പബ്ലിക്കിൻ്റെ കൂടെ ആദ്യം ഇരുന്നത്. പിന്നെ നമ്മൾ ഒരു BSF ആർമി സോൾജറിനോട് നമ്മൾ ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടെങ്കിൽ ആ സീറ്റിൽ പോയിരിക്കാം, എന്നുവെച്ചാൽ VIP സീറ്റിൽ പോയിരിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അത്രയും അറിയില്ല. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓൺലൈൻ ബുക്കിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ബുക്ക് ചെയ്ത ആൾക്കാർ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വർത്ത് വിസിറ്റിംഗ് ആയിരുന്നു, ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണിത്. അറ്റ്ലീസ്റ്റ് വൺസ് നമ്മളിത് കണ്ടിരിക്കണം, അത്ര അടിപൊളിയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അതുവരയ്ക്കും ബൈ.